രസമായിട്ടുണ്ട് കേട്ടോ. മേക്കപ്പിന് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവൂലേ? നന്നായി. മേക്കപ്പിന് 2 മണിക്കൂർ എടുത്ത്. ഇപ്പോൾ ചെണ്ടത്തല്ലും പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ സീസൺ ആണ്ടില്ലേ? കഷ്ടമാണ്. ഇപ്പോരെ കേരളം തന്നെ എന്റെ ഇപ്പൊ കൊണ്ടുവരും നന്നാക്കി. പാവ മനുഷ്യൻ, പാവാണ്. എന്തൊക്കെ ഇത് തരും കാര്യമില്ല. നമ്മളെ പണീന്റെ കാര്യമൊക്കെ അറിയല്ലോ, നമ്മളെ പറ്റി അറിയുന്നതിനെ കൊണ്ട് തരാൻ പറ്റും. സന്തോഷായില്ലേ? പോവാ. ഞങ്ങക്ക് രണ്ടാക്കും വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഞങ്ങള് നേരത്തെ അങ്ങോട്ട് ഇറങ്ങി അല്ലേ? അതെ, പണി കുറവാണ്. ഞാൻ മീൻകാരനെ കാത്തു നിക്കാണേ. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇതേ ഉള്ളൂ. സന്തോഷാകട്ടെ. ഓ, എല്ലാ അനുഭവങ്ങളും. നൂറാണ് കേട്ടത്. 100 അല്ലത്, 1000 100-ന് സമാധാനം. ഇങ്ങനെ കിട്ടിയാമായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാർക്ക് നല്ല മനസ്സുണ്ടാവുക. വലിയ വീട്ടിൽ പോയി ഒരു കാര്യമില്ല. അതാ പറയുന്നത്. എന്തേടോ, എന്ത് വാങ്ങായി? ഈ രാവിലെ തന്നെ തന്ന സീറ്റിന്റെ സാധനം വാങ്ങുമെന്ന് പൈസ ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം. എനിക്കും തന്നിക്കുന്നു ഒരു ഓണഷീട്ട്. നിങ്ങളിട്ട ഡ്രസ് തന്നെ കൂടി അതിന്റെ പൈസ കൂടി ഇവിടെ വെക്കൊന്നും തോന്നുന്നില്ല. മനസ്സിലായില്ലേ? മേക്കപ്പ് സാധനത്തിൻ്റെ 1500 പേക്കും കൊടുക്കണം. എന്താ ചെയ്യ? ആൾക്കാർക്ക് ഇപ്പൊ ഈ മാവേലി വേഷത്തിന് ഒരു വിലയില്ല. പിശക്കാരന്റെ വിലയും കൂടി ഇല്ലാണ്ടായി. തെറ്റി ഒക്കെ ഈ കാരണ. എന്ത്? എന്റെ വയറ്റുന്നോക്ക് കാരണ. ഞാൻ പോയി വല്ലടിക്കൂ. ഓല് വാതിൽ തുറന്നു വരുമ്പോ ഈ ഉണ്ടാവില്ല പുറത്തത്തെ കക്കൂസില്. പിന്നെ എങ്ങനെയാണ്? എന്താന്നറിയില്ല, സാധാരണ പോവല്ലേ, ഇന്ന് വെറും പോക്കല്ലേ. ഇന്ന് മൊത്തത്തിലൊക്കെ പോക്ക. ഓരോരുത്തർ കാറില് വരിക, ബൈക്കില് വരിക. ഇതിൽ ഇമ്പളെ നിർത്തിയിട്ട് കുട്ടികളൊക്കെ ഒക്കത്ത് കെട്ടിയിട്ട് ഫോട്ടോ എടുക്കും. ഇതിൽ ഓരോ അങ്ങോട്ട് ചിരിച്ചിട്ടങ്ങോട്ട്. ഡ്രസ്സും മേക്കപ്പ് ഒക്കെ വെറുതെ കിട്ടുന്ന ഓല അങ്ങോട്ട് ഒരു പോക്ക് പോവുക. അല്ല, എത്ര ഉണ്ട് പൈസ? ഇത് ഒന്നിനും തയ്യലിടോ. ഈ ഒന്നും കൂടെ എണ്ണി നോക്ക്. ഇത് എണ്ണും വേണ്ടുമ്പോ കൂടി വരിക. അതിപ്പോ ഇക്കൊല്ലം മാവേലിക്ക് ഇറങ്ങുമ്പോ ഒരു ലക്ഷ്യണ്ടേ, വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുക. എന്താ ചെയ്യ? ഇപ്പൊ ഇമ്പളെ ദുരിതത്തിന് തന്നെ ഒരു ആശ്വാസം ഇല്ലാതായി.